ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസും പിന്നെ അതേപോലെ തന്നെ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അയിലയുണ്ട്, കരിമീനുണ്ട്, അങ്ങനെ എല്ലാം ചേർന്ന് പിന്നെ കുറച്ച് ചിക്കനുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചേർത്തിട്ട് എന്നൊരു അടിപൊളി ലഞ്ചാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ അതൊരു ചെറിയൊരു കുക്കിംഗ് ഫാമിലി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതവിടെ അമ്മു ചേച്ചി മീനെല്ലാം കഴുകി വെക്കുന്നുണ്ട്. നമ്മുടെ കരിമീനുണ്ട്, അതേപോലെ തന്നെ അയിലയുണ്ട്. നല്ല ഫ്രഷ് മീനുകളാണ്, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇതാക്കി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിഷിന് വേണ്ടിയിട്ടുള്ള മസാല ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സ്വന്തം ചിക്കൻ ഇതാ നോക്കിയിരിക്കുന്നു, കറിക്കുള്ളതാണ്. പിന്നെ ഇവിടെ ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയൊക്കെ ഓൾറെഡി ഇപ്പോൾ ഇതിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് വേണം പിന്നെ അരിയൊക്കെ ഇട്ടിട്ടൊന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അത് ഏകദേശം കുറച്ച് നേരം വെച്ചിട്ട് ഏകദേശം കായ് വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോഴത്തെ അമ്മ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ വേണ്ട, ഫ്രൈഡ് റൈസിന് മാത്രമല്ല ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ, പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാത്തിൻ്റെയും വെജിറ്റബിൾസ് അവിടെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അമ്മ ചേച്ചി വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് അകത്തേക്കൊന്ന് പോയി നോക്കാം എന്താണ് അകത്തുള്ളവരുടെ പരിപാടി എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ ഇവിടെ കിച്ചൻ്റെ ഭാഗത്തെത്തിയതായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഫിഷും ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ കോരി മാറ്റി വെച്ചിരിക്കുന്നു. കരിമീനും അയിലയും, പിന്നെ ഇപ്പോൾ അയിലിന് ബാക്കിയോട് വറക്കാനുണ്ട്. പിന്നെ ചിക്കപ്പത ആദ്യത്തെ ട്രിപ്പ് വറുത്തത് കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം തുടങ്ങിയിരുന്നു വറക്കലൊക്കെ. ഇപ്പോഴത്തെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് കരിമീൻ. ഇനി ഈ ഭാഗത്ത് നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3-4 അടുപ്പത്ത് 3-4 സാധനങ്ങളായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ചിക്കൻ കറി ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മുടെ സാലഡ് അതായത് അപ്പുറത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ചിക്കനും എല്ലാം റെഡിയായി കഴിഞ്ഞു. ഫ്രൈഡ് റൈസും റെഡിയായി. അപ്പോൾ ഭക്ഷണം റെഡിയായി. അങ്ങനെ അപ്പോൾ എല്ലാവരും ഊൺമേശയിലേക്ക് എത്തിയാൽ നമുക്ക് കഴിക്കാമായിരുന്നു എന്നൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നേരം കളയുന്നില്ല, എന്നാൽ ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരെല്ലാവർക്കും ബൈ ബൈ.